ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് പൊങ്കലിന് ഉള്ള വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ തിരുപ്പൂരിലൊക്കെ പോയി. അന്ന് എല്ലാവർക്കും അവധിയായിരുന്നു. ഇവിടെ കമ്പനി അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും എല്ലാം അവധിയായിരുന്നു പൊങ്കലിന്. അപ്പം നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഈ കാണുന്ന അമ്പലത്തിൻ്റെ അവിടെ പോയപ്പോൾ ദൂരെ കുറേ ഒരു സെലിബ്രേഷൻ മോഡ് കണ്ടു. അപ്പോൾ അത് എന്താണെന്ന് ഇങ്ങനെ ഒരു ആകാംക്ഷയായിരുന്നു. അപ്പോൾ ഇത് വളർമതി പാലമാണ്. പാലത്തിൻ്റെ അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് നീങ്ങിയാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ പഴയ കലാരൂപങ്ങളുണ്ടല്ലോ, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ ചെണ്ടമേളം അതെന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അത് നല്ല രസമായിരുന്നു അത് കേൾക്കാൻ. അത് കഴിഞ്ഞപ്പോൾ ഈ വരുന്ന ചേച്ചിയില്ലേ, ഈ വരുന്ന ചേച്ചിക്ക് പൊന്നാടയും ട്രോഫിയും കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുറകിലെ സ്ക്രീനിൽ ഒരു കോലം കാണും, ഒരു വലിയ കോലം. ഏറ്റവും നന്നായിട്ട് ഈ തമിഴ്നാട്ടിൽ കോലം ഇട്ടതിന് ആ ചേച്ചിയെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനൊരു പൊന്നാടയും പിന്നെ ഒരു ട്രോഫിയും ആ ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ അത് നല്ലൊരു ഇതാണ്, നല്ലൊരു അവരുടെ കഴിവ് ഇത്രയും ജനങ്ങൾക്ക് മുമ്പിൽ ആ കഴിവ് അവർക്ക് എടുത്തു കാട്ടാൻ പറ്റി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവരെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ വെക്കുന്നത് ഈ തെരുവ് നാടകം എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ അതുപോലെ ഒരു ഇതാണ്. നമ്മളെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ അത് എടുത്ത് നാടകത്തിലൂടെ അവർ കാണിക്കുന്ന. അതിലെനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അതിൽ ചെറിയ കുട്ടി പിള്ളേർ വരെ നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടി പിള്ളേർ അവർ അഭിനയമൊക്കെ വളരെ രസമായിരുന്നു. നമുക്ക് തമിഴ് അത്ര ഇത് കൂടുതലും തമിഴ് ഒരു പഴയ മൊഴിയിലാണ് ഇവർ വന്നിട്ട് നാടകത്തിന് കാണിക്കുന്നത്, നാടകം പറയുന്നത്. നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ കാണാൻ ഒരു നല്ല രസമായിരുന്നു. ഇതെന്തൊക്കെയോ കുറേ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ അവർ നാടകത്തിലൂടെ അവതരിപ്പിക്കുക. പക്ഷെ അത് വളരെ ഒരു രസമുള്ളതായിരുന്നു. കുട്ടികളുടെ ആ പെർഫോമൻസൊക്കെ പലരും പല സ്ഥലത്തു നിന്ന്, പിന്നെ പല ഏജിലുള്ളവർ, പല ചെറിയ പിള്ളേർ, വലിയ പിള്ളേർ, അങ്ങനെയൊക്കെ ഒത്തിരി ഇതായിരുന്നു. പക്ഷേ എല്ലാം കൊണ്ടും ഇത് നമ്മൾ കാണുമ്പോൾ എല്ലാവരും ആസ്വദിച്ചിരുന്ന് കണ്ട് വളരെ കയ്യടി നേടിയ ഒരു കലാരൂപമായിരുന്നു ഇത്. അപ്പൊ ഇതെല്ലാം നടക്കുമ്പോൾ കൊച്ചുകുട്ടി വന്നിട്ട് അവള് അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പൊ അവളിങ്ങനെ ആകാംക്ഷയോടെ അത് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇടയ്ക്ക് ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുക. അപ്പം ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് വളരെ കൗതുകമായിട്ട് തോന്നി. അപ്പം ഞാനത് വീഡിയോ എടുത്തു. അപ്പം ഈ ഇരിക്കുന്ന ആളുകളൊന്നും അല്ല കേട്ടോ, ഇതിപ്പം ഇപ്പം പൊങ്കലിനോടനുബന്ധിച്ച് നടന്ന ഏതോ വലിയ ഒരു സാംസ്കാരിക സമ്മേളനം എന്ന് പറയാം. അപ്പം നിറയെ ആൾക്കാർ, ഒത്തിരി പേരുണ്ടായിരുന്നു. നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ സ്ക്രീൻ, ഇപ്പം ദൂരെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടെ വലിയ സ്ക്രീൻ അവർ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കണ്ടില്ലെങ്കിലും ആ സ്ക്രീനിൽ കണ്ടാൽ നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു കാവടിയാട്ടം പോലെ, അത് തമിഴ്നാട്ടിൽ അതെങ്ങനെയാണ് മനുഷ്യർ ഇങ്ങനെ മയിലിൻ്റെ വേഷം കെട്ടി ആടുന്നു. അപ്പോൾ അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പം നടക്കുന്നത് സ്റ്റേജിൽ. ഇത് ഞങ്ങൾ വളരെ ദൂരത്തിരിക്കുകയാണ്, അപ്പം സൂം ചെയ്ത് കാണുന്നതാണ്. നമുക്ക് നേരിട്ട് നമുക്ക് കുറച്ച് കാണാൻ പറ്റും. പക്ഷെ
ഒത്തിരി വ്യക്തമായിട്ട് നമുക്കങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വീഡിയോയിൽ കൂടെ ഇങ്ങനെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. നാട്ടിലൊക്കെ നമ്മുടെ നിറയെ നാടൻ കലാരൂപങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാടിനും അവരുടേതായിട്ടുള്ള ഒരു കലാരൂപമുണ്ട്. അപ്പോൾ അതാണ് അവരിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഈ സ്റ്റേജിൽ കാണുന്ന തമിഴ് ആളുകൾക്കൊക്കെ വളരെ ഭക്തിപൂർവ്വം അവർ ആരാധിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഇത് വന്നപ്പോഴേ നമ്മുടെ ഇത് കറുപ്പസ്വാമി എന്നാണ് പറയുന്നത്. വന്നപ്പോഴേ നമ്മൾക്കെല്ലാം ഒരു ആളുകളെല്ലാം ഭയങ്കര ഭക്തിയോടെ, ഒരു സ്റ്റേജാണെന്ന് കൂടെ മറന്നിട്ട് എല്ലാവരും വന്നിട്ട് ഭയങ്കര അനുഗ്രഹമൊക്കെ കയറി ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിയന്ത്രിക്കാൻ ഈ ഗാഡ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു കറുപ്പസ്വാമിയാണ് വന്നത്. ഇതിപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. നമുക്ക് ഇത്രയും സൂം ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഭയം ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഭയങ്കര ആരാധനയോടെ അവർ വ്രതമൊക്കെ നോറ്റ് അവരെ എന്താഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് കറുപ്പസ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവം സ്റ്റേജിലാണെങ്കിലും എവിടെയാണെങ്കിലും വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഇതില്ലേ, ഒരു സ്പിരിച്വൽ അത് തന്നെയാണ് ഇവിടെയും. ഇവിടെ ആൾക്കാരെയൊക്കെ നിയന്ത്രിക്കാൻ വളരെ പാടായിരുന്നു. എല്ലാവർക്കും ഒരു പ്രായം ചെന്ന ഒരമ്മ, ഒരു ചെറുപ്പക്കാരനെ ഒരാൾ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഇത്രയും ദൂരെ നിന്നാണ്, ഞങ്ങൾ ഇരിക്കുന്ന ആ ദൂരെയാണ്. അപ്പം ഞാൻ ഇത്രയും ദൂരെ നിന്നിട്ടാണ് സൂം ചെയ്ത് എടുക്കുന്നത്. പിന്നെ കറുപ്പസ്വാമിയുടെ കോസ്റ്റ്യൂം അതൊക്കെ വളരെ നല്ലതായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി എല്ലാവർക്കും അത് ഒത്തിരി എൻജോയ്മെൻറ്റിനപ്പുറം ആളുകൾക്കൊരു സ്പിരിച്വൽ മൈൻഡായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഈ ആളുകളൊക്കെ നോക്കുന്നത് ഒരമ്മ നിന്ന് അനുഗ്രഹത്തോടെ അവരിങ്ങനെ അവരെ തന്നെ മതിമറന്നിട്ട് അവർ ഇങ്ങനെ അനുഗ്രഹം കയറുക എന്നൊക്കെ പറയത്തില്ലേ, അത് ഇങ്ങനെ ചെയ്യുക. ചിലർക്ക് ഇത് അതേ വൈബ് ഈ പറഞ്ഞ പോലെ ഒരു വേഷം, ഒരു പാട്ടൊക്കെ കേൾക്കുമ്പം തനിയെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ മൈൻഡ് വരും. അപ്പോൾ അങ്ങനെ എല്ലാവരെയും നിയന്ത്രിക്കാൻ അവർ ഒരുപാട് പാടുപെടുന്നുണ്ടായിരുന്നു. ആ ഗാർഡ് റെഡ് ടീഷർട്ട് ഇട്ട് അത് ഗാർഡാണ്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വയലൻ്റായി. അപ്പോൾ അവരത് നിയന്ത്രിക്കാൻ ഇങ്ങനെ പാടുവിടുകയാണ്. ആളുകളെല്ലാം കണ്ടിട്ട് ഒത്തിരി കണ്ടോ, ഞങ്ങൾ തന്നെ കണ്ടിട്ട് ഒത്തിരി പേടിച്ചു പോയി കേട്ടോ. ഒരുപാട് പേടിച്ചു പോയി. പുള്ളിയെ ഒരുപാട് നിയന്ത്രിക്കാൻ ഒത്തിരി പാടുപെട്ടു അവരൊക്കെ. അത്രയ്ക്ക് ഒരു സ്പിരിച്വൽ മൈൻഡായിപ്പോയി അവിടെ ആ ഒരു പരിസരം. ലാസ്റ്റ് ആ ചേട്ടൻ എല്ലാം മയങ്ങി വീണു കേട്ടോ. അപ്പോൾ ഈ അമ്മച്ചി ഇതുവരെ പുള്ളിക്കാരി ആ ഇതിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ല. അപ്പം ബാഗിലൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കാം, വീഴുന്നതും ഒക്കെ ആയിട്ട്. പിന്നെ എല്ലാവരും സമാധാനിപ്പിച്ചു, വെള്ളമൊക്കെ കൊടുത്തു.
അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പുള്ളിയുടെ വൈഫാണ് താങ്ങി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. തോളത്ത് കിടത്തിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന വൈഫാണ് കേട്ടോ. ആളുകൾ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് നോക്കുവാണ് കേട്ടോ. ആളുകൾക്കെല്ലാം എല്ലാവരും അപ്പോൾ അവർ പറയുന്നുണ്ട്, അവർ ഈ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യം കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നോക്കും. അപ്പോൾ എല്ലാവരും എല്ലാം ശമിച്ചതിന് ശേഷം എല്ലാവരും അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ അല്ലായിരുന്നു ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു സാംസ്കാരിക സമ്മേളനം, അതിലുള്ള ആഘോഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം ഓക്കെ, ബൈ ബൈ.